ലവ് ജിഹാദുകൾ കേരളത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് കേരളത്തെ ഒരിക്കലും മോശപ്പെടുത്തുന്ന സമയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ പാർട്ടികളും ഈ സിനിമയിലെ കേരളം മാത്രമല്ല കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കൊരു സംഖ്യകളുടെ കുറച്ച് സംഖ്യക്കുട്ടന്മാരുടെയും ഒരു സംഖ്യ അപ്പൂപ്പന്റെയും വർത്തമാനങ്ങൾ കേൾക്കാം. ലവ് ജിഹാദ് ഒരു വലിയ വിഷയമാണ്. കേരള സ്റ്റോറി ഒരു വലിയ വിഷയമാണ്. നമ്മുടെ കേരളത്തെ അപമാനിക്കുക, കേരളത്തിന്റെ പേര് പറഞ്ഞ് ഉത്തരേന്ത്യയിൽ എങ്ങാണ്ടൊക്കെ നടക്കുന്നു എന്നൊക്കെ പറയപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ കേരളത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ അപമാനിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ ഒരു അധികാരം പിടിക്കാൻ പറ്റുമോ എന്ന ലക്ഷ്യമായിട്ടൊക്കെയാണ് ആ ഒരു സംഘി പ്രൊപ്പഗണ്ട സിനിമ ഇറക്കിയിട്ടുള്ളത്. ഇറക്കിയമാര് പെട്ടു എന്നാണ് പറയേണ്ടി വരും. അവർക്ക് ഒരു ഗംഭീര കേസുമായിട്ട് കേരളത്തിലെ ചില ചുണക്കുട്ടികളൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. അപ്പോഴും ഇത് പിന്നീട് പ്രദർശിപ്പിക്കാം എന്ന് കോടതി വിധിയുടെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒന്നാകെ ഈ സംഗതി പ്രദർശിപ്പിക്കാനുള്ള അനുമതി കിട്ടി. കേരളത്തില് ഉണ്ടായ സംഭവം വെച്ച് കഴിഞ്ഞാല് ചില്ലറ കുറച്ചു സംഘികളെല്ലാരും ഈ സിനിമ പോയി കണ്ടു. കാരണം അവരെ ഇത് സന്തോഷിപ്പിക്കുന്ന സാധനമാണല്ലോ. ഇറങ്ങി വന്ന പ്രധാനപ്പെട്ട 3 സംഘികള് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉത്തരത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഭയങ്കര രസകരമായ വാക്കുകളാണ് അവർ പറയുന്നത് കേട്ടോ. കേരളവും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതായത് കൂടുതലൊന്നും പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ല. ഇത് വളരെ കാണേണ്ട സിനിമയാണ്. എല്ലാവരും കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ പെൺകുട്ടികൾ, ടീനേജ് കുട്ടികൾ കാണേണ്ട സിനിമയാണ്. എങ്ങനെയുണ്ട്? ഇവരൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമുള്ളത് ടീനേജ് പെൺകുട്ടികളാണ്. ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതും ടീനേജ് ഏത് പെൺകുട്ടികൾ? ഹിന്ദു പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സിനിമ കാണേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ. മുസ്ലിം പെൺകുട്ടികൾ കാണേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യൻ പെൺകുട്ടികളൊന്നും കാണേണ്ട ആവശ്യമില്ല. ടീനേജ് ആയിട്ടുള്ള ഒരു 10-18 വയസ്സൊക്കെ വരുന്ന 18-19 വരെയുള്ള 20 കഴിഞ്ഞ് ടീനേജ് കഴിഞ്ഞല്ലോ. അപ്പൊ 19 വരെയുള്ള കുട്ടികൾ, അതാണ് അപ്പൂപ്പന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. 19 വരെയുള്ള പെൺകുട്ടികൾ, അതും ഹിന്ദു പെൺകുട്ടികൾ എന്തായാലും ഈ സിനിമ കാണണം. കാരണം അതുവരെയുള്ള പ്രായത്തിലുള്ള പെൺകുട്ടികളാണ് മുസ്ലിങ്ങൾ വഴിതെറ്റിച്ച് കൊണ്ടുപോയിട്ട് വായിലേക്ക് ബീഫ് തിരികെ കൊടുത്തിട്ട് നിർബന്ധിച്ച് മതം മാറ്റുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം. കേട്ടോക്കാം. ഇത്തരം ലവ് ജിഹാദുകൾ കേരളത്തിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇത് കേരളത്തെ ഒരിക്കലും മോശപ്പെടുത്തുന്ന സമയമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞേ, ഇത്തരം ലവ് ജിഹാദുകൾ നമ്മുടെ കേരളത്തില് വ്യാപകമായി നടക്കുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരിടത്തും ലവ് ജിഹാദ് എന്ന പരിപാടി നടക്കുന്നില്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അമ്മാവിന്റെ വാക്കുകൾ നമ്മൾ ഇനി എവിടെ കൊണ്ടുപോയിട്ട് ഏത് ചാണകത്തിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു വെക്കുന്നതിൽ പിടുത്തൊന്നുമില്ല. ബാക്കി കേൾക്കാം. ന്യൂനപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന എല്ലാ പാർട്ടികളും ഒഴിച്ചു നിർത്തുകയല്ല, BJP ഉൾപ്പെടെയുള്ള പാർട്ടികളും പല അവസരത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്. ന്യൂനപക്ഷം എന്ന വ്യാജേന ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇത് പക്ക പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് തുറന്നു കാട്ടുന്നത്, അല്ല വേറെ ഒന്നുമല്ല. സിനിമ അവിടെ കിടക്കട്ടെ. അപ്പോ അയാളുടെ അഭിപ്രായം കഴിഞ്ഞു. ഇവിടെ നടക്കുന്നത് പക്ക പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. രണ്ടാണ് കേട്ടോ. ഇസ്ലാം വേറെയുണ്ട്, റിലീജിയസ് ഇസ്ലാം വേറെയുണ്ട്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇസ്ലാം ഉണ്ട്, ഹിന്ദുമതത്തിലുണ്ട്. ഹിന്ദുമതത്തിൽ ഇപ്പൊ നടക്കുന്നത് നമ്മൾ ഈ സംഘപരിവാർ എന്നൊക്കെ പറയുന്നത് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ നമുക്ക് എന്ത് പറയാം, പൊളിറ്റിക്കൽ ഹിന്ദു എന്നൊക്കെ നമുക്കത് വിളിക്കാം. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുസൈസ് എന്ന് പറയുന്ന സംഗതി നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പശുക്കടത്തിനൊക്കെ തല്ലി പിടിക്കുക, ബീഫ് കൈവശം വെച്ചുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഗൃഹനാഥൻ തല്ലിക്കൊല്ലുക എന്നീ കലാപരിപാടികളൊക്കെ ഇവന്മാർ നടത്തുന്നത് ഈ പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെട്ട ഹിന്ദുക്കളുടെ ഒരു ചെറിയ കൂട്ടമാണ്. ഇനി രണ്ടാമത്തെ പയ്യൻ, അവന് ഭയങ്കര രസകരമായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ചിത്രീകരിച്ചിരിക്കുന്നത് ലാസ്റ്റിൽ അവർ അതിന്റെ എവിഡൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അഭിപ്രായം, അതായത് ഭാരതത്തില് നടക്കുന്ന ഈ ലവ് ജിഹാദിനെതിരെ ഉള്ളൊരു സിനിമയാണ്. ഓരോ കേസും അതിന്റെ വിധി എന്തൊക്കെയായിട്ടുണ്ടെന്നുള്ളതും അതിലെ കൾപ്രിറ്റ് കുറ്റവാളികളുടെ പേരും ഒക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടുതലും കേരളത്തിന് പുറത്ത് നടക്കുന്ന സംഭവങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോ അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് കേരളത്തിൽ നടക്കുന്ന കഥയല്ല, കേരളത്തിന് പുറത്ത് നടക്കുന്ന കഥയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ആ ഒരു നീല ഷർട്ട് ധരിച്ച പയ്യൻ ഭാരതം എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, അല്ല അവൻ അതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വളരെ ഈസിയാണല്ലോ. ഇവന്മാരുടെ ഭാഷ കേട്ടാൽ തന്നെ ഇത് ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും അവൻ വീണ്ടും പറയുന്നുണ്ട്, ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് വിവാദം വെറുതെ, അതായത് കേരളത്തിനെ പറയുന്നത്. കാരണം ഈ സിനിമയിലെ കേരളം മാത്രമല്ല കാണിക്കുന്നത്, കേരളവും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഇറങ്ങിയ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം, കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട്, അതിന്റെ കാര്യമാണ് കാണിക്കുന്നത്. അതായത് ഒരു സിനിമയുടെ ആവശ്യമുള്ളവർക്ക് ആവശ്യം, അതല്ലേ ഈ സിനിമ ആവശ്യമുള്ളവർക്ക് ആവശ്യമാണ്. അത് ആർക്കാണ് ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ സംഘികൾക്കാണ് ആവശ്യം. സംഘികൾക്കത് കണ്ടിട്ട് തന്നെ കോൾ മയർക്കൊള്ളണം.
അപ്പോൾ എന്നിട്ട് അതിനെ അത് കൊണ്ടിട്ട് അവർക്ക് ഇവിടെ മുഴുവൻ മുസ്ലിങ്ങൾ മുഴുവൻ ഭയങ്കര പ്രശ്നക്കാരാണ്. മുസ്ലിങ്ങൾ മുഴുവൻ ഒരു 10-18 വയസ്സാവുന്ന പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് അവരെ വളയ്ക്കുകയാണ്, അവരെ പ്രേമിക്കുകയാണ്, എന്നിട്ട് പ്രേമിച്ച് വിവാഹം കഴിച്ച് അവരുടെ മതത്തിലേക്ക് ആളെ കൂട്ടുകയാണ്. ഇതാണ് ഇവർ വിചാരിച്ചുകൊണ്ട് നടക്കുന്നത് കേട്ടോ. ആണെന്നും തള്ളാനും തള്ളാതിരിക്കാനും ഒക്കെ അഭിപ്രായം ഉണ്ടല്ലോ. സിനിമയുടെ വിവാദങ്ങളൊക്കെ വെറുതെയാ എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു മതത്തിനെതിരെ ഉള്ള ഒരു ആക്രോശമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അതായത് ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ അതെന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യമല്ല, ഉള്ള കാര്യം തന്നെയാണ് ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത്. അല്ലാതെ ഒരു മതദ്വേഷം ഒന്നുമില്ല. ആരാണോ ചെയ്യുന്ന അവർക്ക് തോന്നിയാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതിലൊരു ഫോഴ്സ്ഡ് റിലീജിയസ് കൺവേർഷനെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. ഇവൻ പറയുന്നത് ഇത് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാൽ അത് അവർക്കേ തോന്നുള്ളൂ. ആരാണീ അവര്? ഇതില് കാണിച്ചിരിക്കുന്നതെല്ലാം നുണയെന്ന് ആർക്കേ തോന്നുള്ളൂ? മുസ്ലിങ്ങൾക്ക് തോന്നുള്ളൂ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ നല്ല ഹിന്ദുവാണെന്നേ. എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്നതെല്ലാം അസല് കള്ളമാണ്. നിങ്ങൾ ഈ കാണിച്ചിരിക്കെല്ലാം അസല് കേരളത്തിന് വിരുദ്ധമായിട്ട് കാര്യമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയിട്ട് അധികം വണവണ പറയരുത്. ബാക്കിയെല്ലാം നിങ്ങളേതായിട്ടുള്ള ഒരു ചിത്രീകരണ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുക, എന്നിട്ട് അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെടുത്തുക, എന്നിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ ചിത്രം ഉണ്ടാക്കുക. ആ ചിത്രം ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ഭയപ്പെടേണ്ട ആൾക്കാരാണ്. ആര് നമ്മുടെ ഹിന്ദുക്കൾ ഭയപ്പെടേണ്ട ആൾക്കാരാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവരെ ലക്ഷ്യം. കഴിഞ്ഞില്ല. ഇനി ഇവനോട് ചോദിക്കുന്നുണ്ട്, ലവനോട് ചോദിക്കുന്നുണ്ട്, അല്ലടോ മനുഷ്യ, എന്തിനാണ് ഇന്ത്യയിൽ കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവത്തിന് എന്തിനാണ് കേരളത്തിന്റെ പേരിട്ട് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലവന്റെ ഒരു ഉത്തരവുണ്ട്. അതില് സെക്കൻഡ് പാർട്ടായിട്ടാണല്ലോ കാണിക്കുന്നത്. അതിൽ ബിയോണ്ട് ഇത് അങ്ങനെ ഒരു ക്യാപ്ഷൻ മറ്റൊരു കാണുമ്പോൾ പ്രൊജക്ട് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ പേരാണല്ലോ. അപ്പൊ സിനിമ നോക്കുമ്പോൾ പ്ലോട്ടെല്ലാം വെച്ച് ഇങ്ങനെ പേരിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ടില്ലേ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓനക്കൊന്നും ചിന്ത തേങ്ങമാനൊന്നുമില്ല. ചാണകത്തിനാളെ തല വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പിന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിന്റെ പേര് വയ്ക്കുന്നത് നമുക്കൊരു അപമാനമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപമാനമല്ലേ? കേരളത്തിൽ നടക്കാതിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കേരളത്തിന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അത് നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നമുക്ക് പറയാൻ കഴിയും, ശരിയാണ്, അത് നമ്മുടെ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ലവന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഒരുപാട് ചിന്തിച്ചാൽ മാത്രമേ ഇവനൊക്കെ അത് ഓടുള്ളൂ. കാണണം, കണ്ടതിന് ശേഷം വിവാദം കാണുന്നതിന് മനസ്സിലായില്ലേ? കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ പ്രശ്നമാക്കുന്നില്ല. എന്താ ചോദിച്ച ചോദ്യം എന്തുവാ? കേരളത്തിൽ എങ്ങനെ ഏതെങ്കിലും ആളുടെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റുന്ന ഒരു ഏർപ്പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സംഘപുത്രൻ പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതായത് ഇവന് പറയേണ്ടത് എന്താണ്? അങ്ങനെ ഇങ്ങനെ വായിലേക്ക് ബീഫ് തിരികെ കയറ്റിയിട്ട് മതം മാറ്റുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥലമൊക്കെ എൻ്റെ പൊന്നു അവരോട് തന്നെയാണ് പറയുന്നത്, ഒന്ന് മെൻഷൻ ചെയ്യണം. ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണണം. ഈ കുത്തിക്കയറ്റൊന്നും വേണ്ട, ഞാൻ തിന്നോളാം. വളരെ ഭംഗിയായിട്ട് നമ്മൾ അവിടെ പോയിരുന്ന് തിന്നോളാം. പിന്നല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.